പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ അധ്യായമായ സമവാക്യ ജോഡികളുടെ 12ാമത്തെ വീഡിയോ ആണ് ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇത് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പേജ് 16 ചോദ്യം അതാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ വളരെ ചെറിയൊരു വീഡിയോ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേജ് 16 ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ആ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ചോദ്യം: ഒരു സംഖ്യയുടെ 4 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ 43 കിട്ടി. ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ കിട്ടിയത് 11. സംഖ്യകൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം? സംഖ്യകൾ എക്സ് വൈ എന്ന് എടുക്കാം, കരുതുക. ഇനി ഒന്നാമത്തെ നിബന്ധന എന്താണ്? ഒരു സംഖ്യയുടെ 4 മടങ്ങ്, അപ്പോൾ 4x, മറ്റേ സംഖ്യയുടെ 3 മടങ്ങ് 3y, അത് കൂട്ടിയപ്പോൾ 43. 4x പ്ലസ് 3y സമം 43. ഇതാണ് നമ്മുടെ സമവാക്യം. ഇനി രണ്ടാമത്തെ നിബന്ധന എന്താണ്? രണ്ടാമത്തെ നിബന്ധന ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന്, ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങ് 3x, രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് 2x കുറച്ചപ്പോൾ കിട്ടിയത് 11. 2y. 3x മൈനസ് 2y എത്ര കിട്ടി? 11. സംഖ്യകൾ ഏവ. ഓക്കെ, ഇവിടെ എക്സിൻ്റെ ഗുണകം, ഈ ഗുണകം 3 അഭാജ്യസംഖ്യയാണ്. വൈയുടെ ഈ ഗുണകം അഭാജ്യസംഖ്യയാണ്. അപ്പോൾ നമുക്ക് സമവാക്യം 1 നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ചെറുതാരാ? ഇവിടെ 3 4 ആണ്, ഇവിടെ 2 3 ആണ്. ചെറുത് y ആണല്ലോ, അതുകൊണ്ട് y കൊണ്ട് ഗുണിക്കാം. സമവാക്യം 1 സമവാക്യം 2 y. സമവാക്യം 2 വൈയുടെ വാല്യൂ 2 ആണ്, 2 കൊണ്ട് ഗുണിക്കുക. അതേപോലെ സമവാക്യം 2 സമവാക്യം 1 y 3 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ സമവാക്യം 1 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 4 × 2 8x പ്ലസ് 3 × 2 6y 43 × 2 86. സമവാക്യം 2. ഇനി 2 അല്ല, സമവാക്യം 3. ഇനി സമവാക്യം 2 3 കൊണ്ട് ഗുണിക്കൂ. 3 × 3 9x മൈനസ് 2 ഗുണിക്കണം 3 6y 11 × 3 33. സമവാക്യം 4. ഇവിടെ ഇപ്പോൾ വൈയുടെ ഗുണകം തുല്യമായി, ചിഹ്നങ്ങൾ വ്യത്യാസമാണ്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സമവാക്യം 3 സമവാക്യം 4 കൂട്ടാം. കൂട്ടുമ്പോൾ y ക്യാൻസലായി പോയി. 8 9 17x 86 പ്ലസ് 33. അപ്പോൾ 17x എന്ന് പറയുമ്പോൾ 119. അപ്പോൾ x എന്ന് പറയുമ്പോൾ 119/17. x എത്രയായിരിക്കും? 7 ആയിരിക്കും. 7 7 x 7 എന്ന് കിട്ടും. ഓക്കെ, ഇനി x 7 കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുപോയിട്ട് ഇടാം സമവാക്യം 1. ഓക്കെ, x 7 എന്ന് സമവാക്യം 1 ഉപയോഗിച്ചാൽ നാല് എക്സ് പ്ലസ് 3y 4 ഇൻറ്റു എക്സ് പ്ലസ് 3y എത്രയാണ്? 43. അപ്പോൾ 28 പ്ലസ് 3y 43. 3y എന്ന് പറയുമ്പോൾ 43 മൈനസ് 28 3y 15 y 15/3. അപ്പോൾ എന്ത് കിട്ടും? y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് സംഖ്യകൾ കിട്ടി. ആയതുകൊണ്ട് എന്തെഴുതാം? സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 7 5. ഓക്കെ, ഇനി അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. ഏഴും 5 എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ 4 ഇൻറ്റു 7 28. 3 ഇൻറ്റു 5 13. 28 15 43. ശരിയാണ്. 7 3 21. 2 ഇൻറ്റു 5 10. 21 10 പോയി കഴിഞ്ഞാൽ 11. ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കിട്ടിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം രണ്ട് സംഖ്യകൾ എന്ന് പറയുന്നത് 7ഉം 5ഉമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പേജ് 16 ചോദ്യത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.